അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ ഇതാ ഈ ഒരു സംഭവമാണ്. താങ്കൾ പറയും. ഇതിന് വേണ്ടത് ഒരു 3 കപ്പ് മാവ്, ഒരു 4 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ കൈപ്പിടി അളവിന് മറ്റേ ചെറിയുള്ളി, പിന്നെ വന്ന് കുറച്ച് ജീരകം, പിന്നെ കുറച്ച് മല്ലിത്താഴ കൂടി മല്ലിത്താഴ കുറച്ച്, അത് നമുക്ക് വേണമെങ്കിൽ ഓപ്ഷണൽ അനുസരിച്ച്. എന്നിട്ട് നമ്മൾ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. ഇട്ട് കൊടുക്കണം. ഇപ്പോഴാണ് ഉപ്പിട്ടത് കേട്ടോ. ദോശ ചുട്ടുകൊണ്ടിരിക്കും. ഉപ്പില്ലാത്ത ഫസ്റ്റ് അത്ര ഉപ്പുണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഇപ്പോൾ ഫസ്റ്റ് ഒരു ദോശ ജസ്റ്റ് ഒന്ന് കുളമായിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് അത് നേരെ വന്നിട്ടുണ്ടായിരുന്നില്ല. കല്ലും അത്ര ചൂടൊന്നും ഉണ്ടായിരുന്നില്ല, അറിയാതെ പറ്റിയതാണ്. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ദോശ നല്ല സൂപ്പർ ദോശയാണ്. കാണുമ്പോൾ തന്നെ എന്തോ എന്താ പറയുക, നല്ലൊരു ഇതുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഫസ്റ്റത്തെ ദോശ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നല്ല ചൂടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ അത്ര ഉപ്പില്ലാത്ത ദോശയാണ്, അത്ര ഉപ്പില്ല. എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഉണ്ടാക്കുന്ന ദോശ നമ്മൾ ഉപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, ഉപ്പിട്ട് ഇളക്കിയിട്ടുണ്ടായിരുന്നു. ഫസ്റ്റത്തെ ദോശ ഇത്തിരി ഉപ്പ് കുറവായിരുന്നു. നിങ്ങളുടെ അളവിനനുസരിച്ച് ഇട്ടാൽ മതി കേട്ടോ. ഇപ്പോൾ ഇവിടെ 3 മാവ് ഗോതമ്പ് പൊടി കേട്ടോ. മാമിൻ്റെ നന്നായിട്ടാ പറയുന്നത്. അച്ഛൻ്റെ റെസിപ്പി ആരാ ഉണ്ടാക്കിയത്? റെസിപ്പി ഞാൻ, നിങ്ങൾ കഴിക്കുന്നു. നന്നായി വന്നിട്ട് വേണം മറിച്ചിട്ടുണ്ടെങ്കിൽ. ഇതിൽ പറ്റിയ അബദ്ധം എന്ന് വെച്ചാൽ നന്നായി വേവാണ്ടാണ് മറിച്ചിട്ടത്, അതുകൊണ്ടാട്ടോ സംഭവം. നമുക്ക് ചമ്മന്തി ഉണ്ടാക്കണമെന്ന് വേണ്ട കൺഫ്യൂഷനിലാണ്. അപ്പൊ നമ്മുടെ രണ്ടാമത്തെ ദോശ നല്ല ചൂടും കിട്ടോ. നിയമയ്ക്കാണെങ്കിൽ നിയമം ഉണ്ടാക്കിയൊരു വന്നിട്ടില്ല ഗൈസ്. ഇപ്പം നിങ്ങൾക്ക് ഈ ഒരു അബദ്ധം പറ്റരുത്. എന്നെ ഒന്ന് വിളിക്കുന്നുണ്ട് കേട്ടോ ഗൈസ്. ഗൈസ് അപ്പം നല്ല ടേസ്റ്റാണ്. അത് തന്നെ പെട്ടെന്ന് തന്നെ രണ്ടാമത്തെ ദോശ നമ്മൾ പെട്ടെന്ന് തന്നെ തീർക്കുന്നതാണ്. നല്ല ടേസ്റ്റാണ്. ഇവിടെ ചമ്മന്തി സ്പെഷ്യലാണ്. മുന്തിരിയില്ലേ, മുന്തിരിയാണ് ഗൈസ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പം ഗൈസ് നമ്മുടെ സാമ്പിളൊന്ന് ഇതാക്കാൻ വേണ്ടി കൊടുക്കുകയാണ്. ഇതൊന്ന് കഴിക്ക്. എങ്ങനെയുണ്ട്? മേമയ്ക്കൊന്ന് ട്രൈ ചെയ്യാൻ കൊടുക്കാം. എങ്ങനെയുണ്ട്? കുട്ടിക്ക് കൊടുക്കണ്ട, എരിവുണ്ട് കൊടുത്തില്ല. ഗെയിം കളിച്ചോണ്ടിരിക്കുന്ന 2 വ്യക്തികൾക്ക് കൊടുക്കാം. ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ടൊന്ന് റിവ്യൂ പെട്ടെന്ന് പറയോ. ഇത് സാമ്പിളാണ് കേട്ടോ, ജസ്റ്റ് 1 ഉണ്ടാക്കിയിട്ടുള്ളൂ. അപ്പം 2 പേരുടെ റിവ്യൂ നമുക്ക് ചോദിച്ചറിയാം. ഇത് സാമ്പിളാണ്. ഒരു സ്പെഷ്യൽ നമ്മുടെ ദോശയാണ്. ചമ്മന്തി വരുന്നുള്ളൂ. എങ്ങനെയുണ്ട് 2 പേരും പറയൂ. അപ്പം സൂപ്പർ എന്നാണ്. അപ്പം നമ്മുടെ ചമ്മന്തിയൊക്കെ അവിടം വരെ നമുക്കൊന്ന് ജസ്റ്റ് നോക്കിയത്. ഇപ്പം തന്നെ കണ്ടില്ലേ നമ്മുടെ ഇത് കാലിയായി കണ്ടില്ലേ. അപ്പം നമ്മുടെ 3ാമത്തെ ദോശ വന്നുകൊണ്ടിരിക്കുകയുണ്ടോ. നമ്മുടെ 3ാമത്തെ ദോശയായി. വിൻചാച്ച ഒന്ന് മാവൊന്ന് ഒഴിക്കുമോന്ന്. വിൻചാച്ച ഒന്ന് മാവ് ഒഴിക്കേ. അച്ഛമ്മ ദോശ ചൂടി. ഹലോ ഗൈസ്, പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി. ഇത് വേണമെങ്കിൽ ഇഡ്ഡലി പോലെയൊക്കെ ഉണ്ടാക്കാം കേട്ടോ, നല്ല ടേസ്റ്റാണ്. ഇതിപ്പം ദോശയായിട്ട് ഉണ്ടാക്കിയത്. ഇനി അടുത്ത ബ്ലോക്കിൽ ഉറപ്പായിട്ട് ഇഡ്ഡലി പോലെ നമുക്ക് ഉണ്ടാക്കുമായിരിക്കും. അപ്പം ഗൈസ് നമ്മുടെ ചമ്മന്തിക്കുള്ള റെസിപ്പീസ് ആണ്. അപ്പോൾ നല്ല ടേസ്റ്റ്. ഇപ്പം അതിലിട്ടത് മുളയുള്ളത് തന്നെ, മുളയൊക്കെ ചേർത്തിട്ട് അരിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഒന്നും പറയല്ല. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ഇട്ടതെന്ന് നമുക്ക് വിൻചാസിനോട് ചോദിക്കാം. അപ്പം ഞാൻ കണ്ടതിൽ പച്ചമുളക്, ഇഞ്ചി കുറച്ചിട്ടുണ്ട് കേട്ടോ. കണ്ടോ, അടിയിൽ നമ്മുടെ മുന്തിരി ഒരു 4 പീസ് ഉണ്ടെങ്കിൽ മതി, ഇല്ലെങ്കിൽ 4 പീസല്ല കേട്ടോ, അതൊക്കെ മേലെ ഇത്തിരി ഇട്ടിട്ടുണ്ട്. അപ്പം അവിടെ ഉള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഇട്ടത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ടാൽ മതി, ഇതിന് വേണ്ടി നോക്കണ്ട ആവശ്യം. അപ്പം ഒരു കഷ്ണം ഇഞ്ചി ഇട്ടിട്ടുണ്ട്. അപ്പം ഇത്ര ഇൻഗ്രീഡിയൻസ് ഇപ്പം തന്നെ ഉള്ളൂ. അപ്പം ഇനി നമുക്ക് മിക്സ് ചെയ്യണ്ടെങ്കിൽ മിക്സിയിൽ അടിക്കാം. അപ്പം ഇതൊക്കെ ഒന്ന് നല്ല പോലെ ഒന്ന് കഴുകണം, നന്നായി കഴുകണം കേട്ടോ. കേട്ടോ ചുള്ളിയാണ് ഈ ബെസ്റ്റ് കേട്ടോ.
അപ്പോൾ ഗൈസ് അപ്പോൾ പിന്നീടുള്ള വ്ളോഗ് ഇപ്പോൾ കുറേ സമയം എടുക്കും. എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ ഇത്രയൊക്കെ ആവും. ഇഡ്ഡലി ഉണ്ടാക്കുകയാണെങ്കിൽ പെട്ടെന്നാവും കേട്ടോ. ഇഡ്ഡലി വേണമെങ്കിൽ ഉണ്ടാക്കാം. അപ്പോൾ ഇത്രയൊക്കെ തൊള്ളുള്ളൂ. ഞാനിപ്പോൾ സാമ്പിൾ കഴിച്ചാൽ തന്നെ ഇപ്പോൾ എല്ലാവരും അങ്ങനെ എന്നിട്ട് കിച്ചു വീട്ടിൽ ചോദിച്ചിട്ടൊക്കെ വന്നു. ദോശയൊക്കെ വന്നു. പിന്നെ അനുവും വന്നു. കൊണ്ടുവന്നിട്ട് അത്ര ടേസ്റ്റാണ്. ഞങ്ങൾ ടേസ്റ്റായ അടുക്കളയിലേക്കുള്ളത് കൊണ്ട് ഞാൻ കുറച്ച് സൂപ്പറാണ്. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നു. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ. അപ്പൊ ഇത്തിരി 2 പുളിയൊക്കെ ഇട്ടു കേട്ടോ. അപ്പൊ എത്ര മുന്തിരി ഉണ്ടെന്ന് നമുക്കൊന്ന് എണ്ണി പറയാം. 1 2 3 4 5 6 7 8 9 10. അപ്പൊ ഇത്രയും സംഭവമാണ് നമുക്ക് ഗൈസ്. അപ്പൊ കഞ്ഞി ജസ്റ്റ് ഉണ്ടാക്കിട്ട് പിന്നില്ലേ നമ്മുടെ കപ്പളമുളകൊന്ന് ചുട്ടെടുത്തിട്ട് വന്നാ കേട്ടോ. അത് പറയാൻ മറന്നുപോയി. കണ്ടോ മേമ കഷ്ടപ്പെട്ട് ചുട്ടിട്ട് വന്നാണ്. കുറച്ച് ഉപ്പ്, കല്ലുപ്പിട്ടാണ് നല്ലത് കേട്ടോ. ഇത് പൊടിഞ്ഞതുകൊണ്ട് ചെറുതായി മായം ഉണ്ടാവും. അപ്പം അതൊന്ന് പൊടിഞ്ഞു വന്നതെന്ന് തോന്നുന്നു. നമുക്ക് ഓരോ സെക്ഷനായിട്ട് അരയ്ക്കാനുണ്ടോ, എന്നാലാണ് അതിൻ്റെ ഒരു ഇത് വരത്തുള്ളൂ. അപ്പം മിക്സി ചെറുതായി തുറക്കാൻ ഇത്തിരി പാടാണ്. എന്താണെന്ന് വെച്ചാൽ ജസ്റ്റിനെ അടിച്ചാൽ മതിയായിരിക്കും. എന്താണെന്ന് വെച്ചാൽ ഇത് തുറക്കാൻ നല്ല പാടാണ്. തുറന്ന് കഴിഞ്ഞു. നിങ്ങൾ ഓവർ ഡയലോഗൊന്നും അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ നമുക്ക് 2 പുളിയാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ കുരു കളയാം, അല്ലെങ്കിൽ അതിൻ്റെ അടിയിൽ കിടന്ന് ഇതാവും. അപ്പോൾ കുരു ഉണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. കുരു ഒന്ന് കളയുക. അപ്പോൾ കുരു ഇല്ലായിരുന്നു. പിന്നെ നമ്മുടെ വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത്. വെളുത്തുള്ളി 2 അല്ലി എടുത്തിട്ടുള്ളൂ. ഇഞ്ചി ഒരു ചെറിയൊരു ഇഞ്ചി കേട്ടോ. ഇത്ര ഇട്ടിട്ടുള്ളൂ. പിന്നെ ഒരു കാര്യം പറയാൻ പറഞ്ഞൂലേ ഗൈസ്, നമ്മുടെ ഉള്ളി, പച്ചമുളക് അങ്ങനത്തെ ഉള്ള സംഭവങ്ങളൊക്കെ ഇടുകയാണ്. എല്ലാം കൂടി മൊത്തത്തിൽ ഇട്ടിട്ടുണ്ട്. ഞങ്ങളൊരു സ്പെഷ്യൽ പരീക്ഷിക്കുകയാണ്. ഉപ്പ് പോരാ, കുറച്ചും കൂടി ഇടണം. പോട്ടെ. മുന്തിരി ഇട്ടപ്പോ അത് നമുക്ക് ലാസ്റ്റ് ഒഴിക്കാം. മുന്തിരി ഇട്ടപ്പോ ചെറിയൊരിത് മതിയായിട്ട സംഭവം. അങ്ങനെ അടിച്ചെന്ന് വെച്ചാൽ ചിലപ്പോ അപ്പൊ ഗൈസ് നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡി ആയി തോന്നുന്നു. ഗൈസ് കാണാം, നല്ലൊരു ഇതുണ്ട് കേട്ടോ. വെളിച്ചെണ്ണ നമുക്ക് ലാസ്റ്റ് ഒക്കെ ചെയ്യാം, ഒക്കെ റെഡിയാക്കാം. അപ്പോൾ മേമ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഇതാണ് നമ്മുടെ ചമ്മന്തിൻ്റെ പരുവം. പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നക്കി നോക്കാം. കണ്ടോ? ഓ, ഉപ്പൊക്കെ ഉണ്ട് ഗൈസ്. മധുരം സെറ്റ് ടേസ്റ്റ് കേട്ടാ, ഒന്നും പറയാനില്ല. ഓ മോനെ സെറ്റ്, സത്യം പറയാലോ നല്ല ടേസ്റ്റ് ഉണ്ട്. സത്യം പറയാം, നന്നായിട്ടുണ്ട്. വീഡിയോക്ക് വേണ്ടി പറയല്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. പക്ഷെ എനിക്ക് നല്ല എരിവായിട്ട് തോന്നുന്നത്. നിങ്ങൾ കപ്പളമുളക് കുറച്ച് അങ്ങനെ നല്ല എരിവുണ്ട്. സൂപ്പർ ദോശയ്ക്ക് പറ്റിയതാ. പക്ഷേ എന്താ, നിങ്ങൾ വേണമെങ്കിൽ ഇവിടെ എല്ലാവർക്കും എരിവും പുളിയൊക്കെ നിറയെ വേണം. അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് കൂടുതൽ പച്ചമുളക് കുറച്ച് ജസ്റ്റ് പച്ചമുളക് ഇട്ടു. പിന്നെ കപ്പളമുളക് ഇട്ടതുകൊണ്ട് അങ്ങനെ. പിന്നെ എണ്ണ ഒഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ വീഡിയോ കാണിച്ചിട്ടായിരുന്നു. കുറച്ച് വെള്ളം ഒഴിക്കണം, ചട്നി ആക്കണം മാതിരി. വേണമെങ്കിൽ ഒഴിച്ചാൽ മതി കേട്ടോ. ഇങ്ങനെ കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. സ്വല്പം വെള്ളം വേണം, ടൈറ്റാണ്. മിക്സിയിലിട്ട് ഇങ്ങനെ ഒഴിക്കുകയാണെങ്കിൽ അങ്ങനെ. പിന്നെ അമ്മിക്കല്ലിൽ അരയ്ക്കുകയാണെങ്കിൽ കുറച്ച് പാടായിരിക്കും. മറ്റാണ് ഞങ്ങൾ മിക്സിയിൽ അരച്ചത്. അമ്മിക്കല്ലിൽ അരച്ചാലും കുഴപ്പമൊന്നുമില്ല. ഇവിടെ അരയ്ക്കാൻ ആളില്ലാത്തതുകൊണ്ടാണ്.
അമ്മിക്കല്ലൊക്കെ ഉണ്ട് കേട്ടോ, അങ്ങനെയൊന്നും പറയണ്ട. വേണമെങ്കിൽ ഒന്ന് പ്രൂഫായിട്ട് അമ്മിക്കല്ലൊക്കെ ഉണ്ട് കേട്ടോ ഗൈസ്. അത് പറഞ്ഞിട്ട് ഇതാകണ്ട. പഴയ വീട്ടിലാണ് നമ്മൾ ഇരിക്കുന്നത്. പഴയ വീട്ടിലാണ് ഇപ്പോൾ റെസിപ്പി ചെയ്യുന്നത്. അതായത് നമ്മുടെ വീട്ടിലായിരുന്നു. നമ്മുടെ സ്വന്തം പഴയ വീട്ടിലാണ് ഇപ്പോൾ ഈ ചമ്മന്തി പരീക്ഷിച്ചോളും. ഗോതമ്പ് ദോശയ്ക്ക് ബെറ്ററാണ്. ഗ്രേപ്സ് ഒക്കെ ഇട്ടുണ്ട്, കുഞ്ഞുങ്ങൾക്ക് വരെ കഴിക്കാം. അത്ര എരിവൊന്നും ഉണ്ടാവില്ല. പക്ഷേ എന്താന്ന് വെച്ചാൽ ലൈറ്റ് മധുരത്തിന് നമ്മൾ തക്കാളി ഇടുന്ന വരെ ഇവിടെ മുന്തിരി ഇവിടെ ഉള്ളത് കൊണ്ട് അത് ഇതാക്കി. പക്ഷെ എന്താ കുഞ്ഞുങ്ങൾക്കൊക്കെ നല്ല ഇതായിട്ട് കഴിക്കാം. പക്ഷെ നിങ്ങൾ എരിവ് ഇത്തിരി കുറച്ചാൽ മതി. ഇവിടെ കൂടുതലും വലിയവരെ കഴിക്കുന്നതുകൊണ്ട് എരിവ് കൂട്ടിയത് തന്നെ ഉള്ളൂ. എരിവോടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. എന്താണെന്ന് വെച്ചാൽ കുറച്ച് ചമ്മന്തി മതി. അപ്പോൾ ഇങ്ങനത്തെ ഒരു പരിപാടിയിൽ നമ്മൾ വെള്ളം കുറച്ച് സെറ്റാക്കിയിട്ട് പഞ്ചാരയൊന്നും ഇല്ല ഗൈസ്. കാണുമ്പോൾ തന്നെ എന്തൊരു ഇതായിരിക്കും. കുറച്ച് ഉപ്പ് കൂടെ ഇട്ടിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഉപ്പ് പോരായിരുന്നു. ഗ്യാസ് ആയാലും പ്രശ്നമെന്നൊക്കെയാണ് വിചാരിച്ച് പറയുന്നത്. ഈ റെസിപ്പി നമ്മുടെ ഫാമിലി ഗ്രൂപ്പിൽ ഇടണം. കാരണം കുറേ ആൾക്കാർ എൻ്റെ അടുത്ത് ചോദിച്ചിട്ട് എങ്ങനെ ഉണ്ടാക്കുന്നു. അപ്പോൾ ഇന്നാണ് പബ്ലിസിറ്റി ചെയ്ത് കേട്ടോ. ഓക്കെ. അപ്പം ഗൈസ് ഇത്രേ ഉള്ളൂ നമ്മുടെ സംഭവം. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ചമ്മന്തിയും നമ്മുടെ ദോശ ഗൈസ്. അപ്പം നമ്മുടെ ദോശയും ഇതൊക്കെയാണ് കേട്ടോ. നമ്മുടെ ചട്നിയുമാണ്. ചട്നി അല്ല, സോറി, ചമ്മന്തി. അപ്പം ഇത് കഞ്ഞിക്കൊക്കെ ബെസ്റ്റാണ് കേട്ടോ. കഞ്ഞിക്കും ബെസ്റ്റാണ്, എല്ലാത്തിനും ബെസ്റ്റാണ്. പയറ് തന്നെയാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. ചെറുപയർ കഞ്ഞി സെറ്റ്, നല്ല ടേസ്റ്റ് ഉണ്ട്. ഫാമിലി ഒരു ദോശയായിട്ട് വന്നിട്ടുണ്ട്. വേണമെങ്കിൽ എന്താണ് റെസിപ്പി, എന്താണ് റിവ്യൂ, എങ്ങനെയുണ്ട്? നല്ല ടേസ്റ്റ് ഉണ്ട്. ഇപ്പം ചമ്മന്തി ഇത്ര ഇട്ടിട്ടുള്ളൂ. അപ്പേക്ക് തന്നെ ഇത്ര കഴിഞ്ഞു. അപ്പം എത്രത്തോളം ടേസ്റ്റ് ആണെന്ന് നമുക്ക് മനസ്സിലാകുമല്ലോ. അപ്പം എല്ലാവർക്കും അപ്പം ഞങ്ങളൊന്ന് പെട്ടെന്ന് കഴിച്ച് തീർക്കട്ടെ കേട്ടോ ഗൈസ്. അപ്പം ശരി എന്നാ. അപ്പം വീണ്ടും ചമ്മന്തിയൊക്കെ ഇടുന്നുണ്ട്. അപ്പം എല്ലാവർക്കും ബായ്. എന്താ എത്ര ആൾക്കാർ വന്ന് നിക്ക്, ഞാനെടുക്കട്ടെ. അപ്പൊ ഗൈസ് ഇവിടെ അടിയാണ്. അപ്പൊ ശരി എന്നാ. ഇവിടുത്തെ ഉദ്യോഗമൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത വ്ളോഗൊക്കെ ഇടാം ഗൈസ്. അപ്പം ഇന്ന് എന്തൊക്കെയാണ് ഇതാക്കാൻ വേണ്ടിയിട്ട് മെല്ലെ എടുക്ക്. അപ്പൊ ഗൈസ്, അപ്പൊ ശരി ഗൈസ്. അപ്പൊ ഞങ്ങളൊന്ന് തീർക്കട്ടെ. അപ്പൊ ഇനിയും ഇങ്ങനത്തെ വീഡിയോസിനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യൂ. എല്ലാവർക്കും ബൈ.